എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ സെന്റർ. സർവ്വസാധാരണമായിട്ട് നമുക്കിടയിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ. ഇത് മെഡിക്കലി നമ്മൾ പറയുമ്പോൾ ഇത് പല പേരിലാണ് പറയുക. GERD അല്ലെങ്കിൽ ഹൈപ്പർ ആസിഡിറ്റി, അങ്ങനെ പല പേരുകളൊക്കെ ഉണ്ടെങ്കിലും, ഈസോഫാജൈറ്റിസ്, അങ്ങനെ പല പേരിൽ ഉണ്ടെങ്കിലും സാധാരണഗതിയിൽ നമ്മളൊരു ലേമാൻസ് ലാംഗ്വേജ് നമ്മൾ നാട്ടു നടപ്പനുസരിച്ച് പറയുക, എനിക്ക് അസിഡിറ്റി ഉണ്ട് എന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ മൂല കാരണത്തിലേക്ക് പലപ്പോഴും ചിന്തിക്കാറുമില്ല. പലപ്പോഴൊക്കെ അസിഡിറ്റി വരാത്ത ആരും നമ്മുടെ ഇടയിൽ ഉണ്ടാവുകയും ചെയ്യില്ല. ഉദാഹരണത്തിന് നല്ല എരിവുള്ള കറികളൊക്കെ ഉപയോഗിച്ച ദിവസങ്ങളിലൊക്കെ പലപ്പോഴും നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പോലും അവർക്ക് അസിഡിറ്റി ഉണ്ടാകാം, അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ പോലെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാം. പക്ഷേ സ്ഥിരമായി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സിംറ്റംസ് കാണിക്കുമ്പോഴാണ് നമ്മൾ അതൊരു മെഡിക്കൽ അറ്റൻഷൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സാധാരണ നമ്മുടെ ഒരു വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന വയറ്റിനകത്ത് വരുന്ന അസ്വസ്ഥതകളുടെ ഒക്കെ മൂല കാരണം എന്ന് പറയുന്നത് അസിഡിറ്റി ആണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ പല സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന പല മരുന്നുകളൊക്കെ പലരും പറഞ്ഞു കേട്ട ആസിഡിറ്റിക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഉപയോഗിച്ചിട്ട് ഇത് വളരെ വേഴ്സായ ആൾക്കാരെ പലരെയും എൻ്റെ പേഷ്യൻ്റ് ലിസ്റ്റിലുണ്ട്. പലരും അതിനുശേഷം വന്ന് കണ്ടിട്ടും ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന ലക്ഷണങ്ങൾ അസിഡിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണ പറയുന്ന ലക്ഷണങ്ങൾ പലപ്പോഴും ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം, അവർക്ക് മലബന്ധം ഉണ്ടാകാം, ഭക്ഷണം കഴിച്ച ഉടനെ വയറ് വീർക്കുന്ന പ്രശ്നവും അതോടനുബന്ധിച്ച് ആ ഗ്യാസ് പല സ്ഥലങ്ങളിലേക്ക് പോകുന്നു, മുകളിലേക്ക് വരുന്നു, നെഞ്ചിന് ഒരു ഭാരം എടുത്തു വെച്ച പോലെയുള്ള പ്രശ്നം ഉണ്ടാകാം, നെഞ്ചെരിച്ചൽ ഉണ്ടാകാം, ചിലർക്കൊക്കെ പുളിച്ചു തട്ടലായിട്ടാണ് വരിക. ഇപ്പൊ ഒന്ന് ഗ്യാസ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചൊരു ആശ്വാസം ഉണ്ടാകും. മറ്റു ചിലർക്ക് തലകറക്കവും ഛർദിയും അതുപോലെയുള്ള വളരെ സിവിയർ ആയിട്ടുള്ള സിംറ്റംസ് ഒക്കെ കാണിക്കാറുണ്ട്. നമ്മളൊന്ന് എന്താണ് ഇതിന്റെ ഒരു മൂല കാരണം, ഈ പറയുന്ന ദഹന വ്യവസ്ഥയിൽ വരുന്ന പ്രശ്നങ്ങൾക്കുള്ള മൂല കാരണം എന്താണെന്ന് നോക്കാം. നമുക്കൊക്കെ ഗട്ട് ബയോട്ട എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയ്ക്കകത്തുള്ള നല്ല ബാക്ടീരിയകളുടെ ഒരു ഫ്ലോറ. നമ്മുടെ ശരീരത്തിന്റെ ദഹന വ്യവസ്ഥയെ പ്രധാനമായിട്ടും സ്വാധീനിക്കുന്നത് നമ്മുടെ ശരീരത്തിനകത്തുള്ള നല്ല ബാക്ടീരിയകളാണ്. തീർച്ചയായിട്ടും ചീത്ത ബാക്ടീരിയ ഇതിനെ സ്വാധീനിക്കാറുണ്ട്. ഇപ്പോൾ നല്ല ബാക്ടീരിയയാണ് ഈ ചീത്ത ബാക്ടീരിയ വരെ കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ച് നിർത്തുന്നത്. ചിലപ്പോഴൊക്കെ നമ്മൾ ചില രോഗങ്ങൾ വന്നു കഴിയുമ്പോൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമൊക്കെ നമ്മൾ അനാൾജസിക്സോ വേദന സംഹാരിയോ അല്ലെങ്കിൽ ആന്റിബയോട്ടിക്കുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ ആന്റി ഹിസ്റ്റമിൻ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ അലർജിക്കൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ചിലപ്പോൾ പതിവായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരും ഉണ്ടായേക്കാം. ചില തരത്തിൽ NSAIDs പോലെയുള്ള ചില മരുന്നുകളുടെ ഉപയോഗം, ഇത്തരത്തിലുള്ള മരുന്നുകളുടെ ഉപയോഗവും നമ്മുടെ ശരീരത്തിനകത്തുള്ള നല്ല ബാക്ടീരിയ നശിപ്പിക്കുകയും അതുവഴി ചീത്ത ബാക്ടീരിയക്ക് അവിടെ ഒരു അപ്പർ ഹാൻഡ് കിട്ടുകയും ചെയ്തേക്കാം. ഇങ്ങനെ H. പൈലോറി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ബാക്ടീരിയക്ക് അപ്പർ ഹാൻഡ് കിട്ടുന്ന, അത് നമ്മുടെ ഗട്ടിനകത്ത് സ്വാധീനം ചെലുത്തുമ്പോൾ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും നമുക്ക് അസിഡിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തോന്നാം. അതിൽ നമ്മൾ നോക്കേണ്ടത്, ഞാൻ മുമ്പേ ഒരു സെഷനിൽ പറയുകയുണ്ടായിട്ടുണ്ട്, നമുക്ക് ഹൈപ്പർ ആസിഡിറ്റിയും ഹൈപ്പോ ആസിഡിറ്റിയും ഈ രണ്ട് ടെർമിനോളജി ഉണ്ട്. അല്ലെങ്കിൽ ആസിഡ് കൂടുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും ആസിഡ് കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും ഉണ്ട്. പലപ്പോഴും ഇതിന്റെ രണ്ടിന്റെയും ലക്ഷണങ്ങൾ ഏറെക്കുറെ സെയിം ആയിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. അതുകൊണ്ടാണ് പലപ്പോഴും ഹൈപ്പോ ആസിഡിറ്റി, ആസിഡ് കുറഞ്ഞ ആൾക്കാർ പോലും ചിലപ്പോൾ അസിഡിറ്റിക്കുള്ള മരുന്ന് കഴിച്ചിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ രൂക്ഷമാക്കിയിട്ട് മാറ്റാറുമുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഒറ്റ നോട്ടത്തിൽ ഇത് മനസ്സിലാവുക, ഹൈപ്പർ ആസിഡിറ്റി ആണോ ഹൈപ്പോ ആസിഡിറ്റി ആണോ എന്നുള്ളത്? ഒരു 50-60% വരുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഇത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ നെഞ്ചരിച്ചിൽ വരിക, റിഫ്ലക്സസ് വന്നുകൊണ്ടിരിക്കുക, വൊമിറ്റിംഗ് സെൻസേഷൻ പോലെ വരിക, കുറച്ച് കഴിയുമ്പോൾ കുളിച്ചു തട്ടലൊക്കെ വരിക. അപ്പൊ ഈ നെഞ്ചിന്റെ ഭാഗത്ത് വരുന്ന ഒരു ഇറിറ്റേഷൻ, അല്ലെങ്കിൽ തൊണ്ടയ്ക്ക് ഇറിറ്റേഷൻ വരിക, ചുമ വരിക, ഇങ്ങനെയുള്ള അസ്വസ്ഥതകളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ പ്രോബബ്ലി നിങ്ങൾക്ക് ഹൈപ്പർ അസിഡിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ അസിഡിറ്റി വർദ്ധിച്ചത് കൊണ്ടുള്ള പ്രശ്നമായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികൾക്ക് സാധാരണഗതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ നാക്ക് വളരെ റെഡിഷ് ആയിട്ട് ഇങ്ങനെ ചുവന്ന നിറത്തിലൊക്കെ കാണാം. ചിലപ്പോഴൊക്കെ നമുക്കത് പൊള്ളിയത് പോലെയുള്ള പാടുകളൊക്കെ അതിനകത്ത് കാണാം. ചിലപ്പോൾ ഈ ചുണ്ടിന്റെ ചേരുന്ന ഭാഗത്ത്, ഈ രണ്ട് ഭാഗത്തൊക്കെ പൊള്ളിയ പോലെയുള്ള ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഏറെക്കുറെ നമുക്ക് ഉറപ്പിക്കാം അവർക്ക് ഹൈപ്പർ ആസിഡിറ്റി ആണെന്നുള്ളത്. അപ്പൊ ഈ ഹൈപ്പർ ആസിഡിറ്റി വന്നു കഴിഞ്ഞാൽ
നമ്മൾ സാധാരണ പറയുന്ന പോലെ ഭക്ഷണത്തിൽ കുറെ നിയന്ത്രണങ്ങൾ വരുത്താറുണ്ട്. അസിഡിറ്റി കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഇപ്പോൾ പിന്നെ കരിഞ്ജീരകം പോലെയുള്ള സാധനങ്ങൾ നമ്മൾ പൊടിച്ചു ഉപയോഗിക്കാറുണ്ട്. തേനിലൊക്കെ ചേർത്തിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ കരിഞ്ജീരകം 1-2 സ്പൂൺ എടുത്തിട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് അത് പകുതിയാക്കി അത് അരിച്ച് കുടിക്കാറൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ പിന്നെ നന്നാറിയുടെ വേര് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. പഞ്ചസാര പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നത് നല്ലതാണ്. ഇങ്ങനെയുള്ള ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ, അധികമുള്ള കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറക്കുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്കറിയാം. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. ഇനി നേരെ മറിച്ച് ഹൈപ്പോ അസിഡിറ്റി ആണെങ്കിൽ എങ്ങനെയാണ് മനസ്സിലാവുക? നമ്മൾ മുമ്പേ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. നിങ്ങൾക്ക് ആപ്പിൾ സിഡർ വിനെഗർ കൊണ്ടുള്ള ഒരു ടെസ്റ്റ് എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ടെസ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം, ഭക്ഷണം കഴിച്ച് ഒരു 1/4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ വയറ് വീർത്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഏറെക്കുറെ ഹൈപ്പോ അസിഡിറ്റി ആവാനാണ് കൂടുതൽ സാധ്യത. ഉദാഹരണത്തിന്, നിങ്ങൾ സാധാരണ കഞ്ഞി ചമ്മന്തി ഒക്കെ കഴിക്കുന്ന ഒരാൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് വിചാരിക്കും. പക്ഷെ അതേസമയം നിങ്ങൾ പിന്നെ ഉഴുന്ന് ചേർത്ത ദോശ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുക. അല്ലെങ്കിൽ കടല, ചെറുപയർ പോലെയുള്ള കാര്യങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ബ്ലോട്ടഡ് ആവുക, കുറച്ച് കഴിയുമ്പോഴേക്ക് വയറ് വീർത്ത് വരിക. ചില മത്സ്യങ്ങൾ കഴിച്ചാലോ അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ ഏത് ഡയറ്റ് കഴിച്ചാലോ നിങ്ങൾക്ക് വയറ് വീർത്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോട്ടീൻ ദഹിപ്പിക്കാൻ ആവശ്യമുള്ള ദഹനരസം ശരീരത്തിൽ ഇല്ല എന്നാണ് അത് കാണിക്കുന്നത്. അപ്പൊ അത്തരക്കാര് ചെയ്യേണ്ടത് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഒരു പരിധി വരെ റെസ്ട്രിക്ട് ചെയ്യുക കുറച്ചു കാലത്തോളം എന്നുള്ളതാണ്. അതേപോലെ തന്നെ വയറിന്റെ അസിഡിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്പിൾ സിഡർ വിനെഗർ നിങ്ങൾക്ക് 1 സ്പൂണ് 1 ഗ്ലാസ് വെള്ളത്തിൽ ഉപയോഗിച്ച് അല്പകാലം ഉപയോഗിക്കാം. പക്ഷെ അതൊക്കെ ഒരു ശാശ്വതമായ പരിഹാരവും അല്ല. കാരണം അത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അസിഡിറ്റി കുറച്ച് കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ബ്ലോട്ടിങ്ങും അതുപോലെയുള്ള അസ്വസ്ഥതകളും ഉണ്ടാകില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സ്ഥിരമായിട്ട് ഈ ആപ്പിൾ സിഡർ വിനെഗർ ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ പല്ലിന്റെ കോട്ടിങ് പോകാനും പല്ലിന് പുളിപ്പ് വരാനും അല്ലെങ്കിൽ മോണകൾക്ക് രോഗങ്ങൾ വരാനൊക്കെയുള്ള സാധ്യതകൾ വളരെ അധികമാണ്. അതുകൊണ്ട് തന്നെ ആപ്പിൾ സിഡർ വിനെഗർ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല എന്നും പറയാറുണ്ട്. അതേസമയം ഇപ്പോൾ ക്യാപ്സ്യൂൾ ഫോമിൽ നിങ്ങൾക്ക് ആപ്പിൾ സിഡർ വിനെഗർ കിട്ടും. അപ്പോൾ ഈ മോണയിലും പല്ലിലും ഒന്നും തട്ടാതെ നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ക്യാപ്സ്യൂൾ ഫോമിൽ കഴിക്കാനും കുഴപ്പമില്ലാതെ ചെയ്യാം. പക്ഷെ ഇതിന്റെ റൂട്ട് കോസ് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിൽ കൊടുക്കാനുള്ളത് നല്ല ബാക്ടീരിയകളാണ്. അല്ലെങ്കിൽ നല്ല ബാക്ടീരിയയാണ് നമ്മുടെ ദഹന വ്യവസ്ഥയിലെ സംരക്ഷകർ. അവർ, അതായത് പോലീസുകാർ പോലെ ഒരു പ്രശ്നബാധിത പ്രദേശത്തേക്ക് നമ്മൾ പോലീസിനെ കൊണ്ടുപോകുന്നത് പോലെ ഈ പ്രശ്നമുള്ള ഗട്ടിനകത്തേക്ക് നമ്മൾ നല്ല ബാക്ടീരിയയെ കൊടുത്തു കഴിഞ്ഞാൽ ആ ബാക്ടീരിയ മറ്റുള്ള ബാക്ടീരിയയെ ഒരു വലിയ പരിധി വരെ നിയന്ത്രിക്കുകയും അതുകൊണ്ട് തന്നെ ഈ എച്ച് പൈലോറി പോലെയുള്ള ബാക്ടീരിയയെ ഒരു വലിയ പരിധി മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രശ്നത്തിൽ നിന്ന് ശാശ്വതമായ ഒരു പരിഹാരം നേടാനും വേണ്ടി കഴിയും. പലപ്പോഴും നമ്മൾ പിന്നെ തൈര്, മോര് പോലെയുള്ള സാധനങ്ങൾ അതൊക്കെ പ്രോബയോട്ടിക്കുകളാണ്, നല്ല ബാക്ടീരിയ ആണ്. പക്ഷെ നോക്കേണ്ടത് അതിലൊക്കെ നമുക്ക് ഉണ്ടാവുക ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയ ഒക്കെയാണ്. പക്ഷെ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡോക്ടർക്ക് മാത്രമേ ഏത് ബാക്ടീരിയ ആണ് കുറവ് എന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ നിങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഇപ്പോൾ നമുക്ക് ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള സ്ട്രെയിൻസിൽപ്പെട്ട ബാക്ടീരിയകൾ അവൈലബിൾ ആണ്. നിങ്ങളുടെ ലക്ഷണങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് കൃത്യമായ രീതിയിലുള്ള ബാക്ടീരിയകൾ കൊടുക്കാൻ വേണ്ടി ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടർക്ക് കഴിയുകയും ചെയ്യും. അപ്പോൾ നിങ്ങളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നതിന്റെ മുകളിലേക്ക് സിംറ്റംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കേണ്ടത് ആവശ്യമാണ്. ഇനി ഇത് രണ്ടും അല്ലാത്ത വേറൊരു പ്രശ്നം കൂടെയുണ്ട്. പലപ്പോഴും ക്ലിനിക്കിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് പലരും വന്ന് പറയുക, ഡോക്ടറെ ഗ്യാസ് കയറിയിട്ട് തല കറങ്ങുകയാണ്, എൻ്റെ ഗ്യാസ് തലയിലേക്ക് കയറിയിട്ടാണുള്ളത്, അല്ലെങ്കിൽ ഗ്യാസ് വന്ന് ഈ കൈയുടെ വശത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ ഗ്യാസ് വിരലിലൊക്കെ ആണുള്ളത്, അവിടെ അമർത്തി. അപ്പം ശരിക്കും ഒരു അനാട്ടമിയും ഫിസിയോളജി ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ, പ്രത്യേകിച്ച് ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തമാശ രീതിയിലാണ് കാണുക. കാരണം വയറിൽ ഉണ്ടാകുന്ന ഗ്യാസ് ഒരു കാരണവശാലും നമ്മുടെ കയ്യിലോ തലയിലോ ഒന്നും കയറില്ല എന്ന് കൃത്യമായിട്ട് ഡോക്ടർക്ക് അറിയാം. പക്ഷെ അത് പേഷ്യന്റിനോട് കൺവേ ചെയ്ത് കഴിഞ്ഞാൽ, വരുന്ന വ്യക്തിയോട് കൺവേ ചെയ്ത് കഴിഞ്ഞാൽ അവരത് സമ്മതിക്കില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആ ഗ്യാസ് ഇപ്പൊ കയ്യിലാണെങ്കിൽ അവിടെ ഒന്ന് തിരുമ്മി കഴിഞ്ഞാൽ ഒരു ഏമ്പക്കം പുറത്തു പോകും. ആ പുറത്തേക്ക് ആ ഏമ്പക്കം പോകുന്നതോട് കൂടിയിട്ട് അയാൾക്ക് ഭയങ്കര ആശ്വാസമായിരിക്കും.
അപ്പൊ എവിടെയാണോ ബുദ്ധിമുട്ടുള്ളത് ആ ഭാഗം ഒന്ന് തിരുമ്മി കഴിഞ്ഞാൽ ഏമ്പക്കം പോവുകയും അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇയാൾക്ക് നല്ലൊരു റിലീഫ് ഉണ്ടാവുകയും ചെയ്യും. ഇതെങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണേണ്ടത്. മിക്കവാറും ഈ പറയുന്ന വ്യക്തികൾക്ക് ഉണ്ടാവുക ഹൈപ്പോ അസിഡിറ്റി ആയിരിക്കാം. ഇപ്പൊ ഈ പറയുന്ന ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവും, ബ്ലോട്ട് ചെയ്യും, വയറ് വീർത്ത് വരും. ഈ വീർത്ത് വരുന്ന സമയത്ത് നമുക്കൊരു ഒരു കണക്ഷൻ ഉണ്ട്, ഗട്ട് ബ്രെയിൻ ഒരു കണക്ഷൻ, അതായത് വയറും ദഹന വ്യവസ്ഥയും തലച്ചോറും തമ്മിലുള്ള ഒരു കണക്ഷൻ. ഈ കണക്ഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് 10ാമത്തെ ക്രേനിയൽ നെർവാണ്. ക്രേനിയൽ നെർവ് എന്ന് പറഞ്ഞാൽ തലയിൽ നിന്ന് തലച്ചോറിൽ നിന്ന് പുറപ്പെടുന്ന നെർവുകളാണ്. 10ാമത്തെ ക്രേനിയൽ നെർവിന്റെ പേര് വേഗൽ നെർവ് എന്നാണ്, വേഗസ് നെർവ് അല്ലെങ്കിൽ വേഗൽ നെർവ് എന്ന് വിളിക്കുന്നത്. ഈ വേഗസ് നെർവിന്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ദഹന വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നത്. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ ലങ്സിനെ നിയന്ത്രിക്കുന്നതും പലതരത്തിൽപ്പെട്ട റിഫ്ലക്സുകളെ നിയന്ത്രിക്കുന്നതും ഒക്കെ. അപ്പോൾ പ്രധാനമായിട്ടും പല ആന്തരിക അവയവങ്ങളെയും നിയന്ത്രിക്കുന്നത് ഈ വേഗൽ നെർവാണ്. അപ്പോൾ ഈ വേഗൽ വയറ് വീർത്ത് വരുമ്പോൾ ദഹന വ്യവസ്ഥയിലത്തെ ഒരു പ്രശ്നം ഈ വേഗൽ നെർവിൽ റിഫ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് പലപ്പോഴും ഗ്യാസ് എന്ന് അറിയുന്ന സമയത്ത് നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ ഉണ്ടാവും. ചിലർക്ക് ശബ്ദമൊക്കെ അങ്ങ് നിന്ന് പോകും കുറച്ച് സമയത്തേക്ക്. ചിലർക്ക് തലയിൽ കയറിയിട്ട് തല കറങ്ങും, ചിലർ ബോധം കെട്ടുപോകും. ഇതൊക്കെ ഈ വേഗൽ നെർവിന്റെ പരിപാടികളാണ്. അപ്പൊ ഇതൊരു നെർവസ് ഇറിറ്റേഷൻ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും അതിന്റെ റൂട്ട് കോസ് ബ്ലോട്ടഡ് ആയി വയറ് വീർത്തു എന്നുള്ളതാണ്. അപ്പോൾ വയറ് വീർക്കാതിരിക്കാനുള്ള നേരത്തെ പറഞ്ഞ പോലെയുള്ള പ്രോട്ടീൻ കുറച്ച് കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ പ്രോബയോട്ടിക്സ് എടുക്കുക, ഇതൊക്കെ നമ്മളെ സഹായിക്കും. പക്ഷെ നെർവിന്റെ ആരോഗ്യം വീണ്ടും കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ഏതൊരു നെർവിന്, ഇത് പാരാസിമ്പത്തറ്റിക് എന്ന് പറയുന്ന ഒരു നെർവ് സിസ്റ്റമായിട്ട് കണക്റ്റഡ് ആണ്. അല്ലെങ്കിൽ നമ്മുടെ പൾസിനെയും ബ്ലഡ് പ്രഷറിനെയും ഇതൊക്കെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പാരാസിമ്പത്തറ്റിക്കിന് കഴിയും. ഇപ്പൊ ഇവിടെ ഈ പറയുന്ന വേഗസിന് അല്ലെങ്കിൽ ഏതൊരു നെർവിനും വേണ്ടത് പ്രധാനമായിട്ടും വൈറ്റാമിൻ B12 ആണ്. ഒരുപക്ഷെ നിങ്ങളുടെ വയറിനകത്ത് അസിഡിക് കണ്ടീഷൻ ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് വൈറ്റാമിൻ B12 അബ്സോർപ്ഷൻ നടക്കാനുള്ള സാധ്യത കുറയുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും വൈറ്റാമിൻ B12 ശരീരത്തിനകത്ത് ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ നാഡീ വ്യവസ്ഥയെ ബാധിക്കും, ഒരു ഇറിറ്റേഷൻ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽപ്പെട്ട അവസ്ഥയിൽ നമ്മൾ ഒരുപാട് വൈറ്റാമിൻ B12 വാങ്ങി കഴിച്ചതുകൊണ്ടും കാര്യമില്ല. കാരണം നിങ്ങളുടെ ഗട്ട് കണ്ടീഷനിൽ അത് ദഹിച്ച് ആകിരണം നടക്കില്ല. അപ്പോഴാണ് ചിലപ്പോഴൊക്കെ നമ്മൾ ഈ വൈറ്റാമിൻ B12 ഒക്കെ IV ആയിട്ടൊക്കെ കൊടുക്കേണ്ടി വരിക, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്ത് കൊടുക്കേണ്ടി വരിക, അല്ലെങ്കിൽ സബ്ലിംഗ്വൽ നിങ്ങൾക്ക് നാക്കിനകത്തൊക്കെ വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യേണ്ട അവസ്ഥയൊക്കെ ചിലപ്പോൾ വന്നേക്കാം. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂട്രീഷൻ ഘടകമാണ് മഗ്നീഷ്യം. മഗ്നീഷ്യം നിങ്ങളുടെ നെർവിന് വളരെയധികം ആവശ്യമുള്ളതാണ്. അപ്പോൾ മഗ്നീഷ്യം സാധാരണഗതിയിൽ നമുക്ക് നട്ട്സിലായാലും പല വിത്തുകളിലും നട്ട്സിലും ഒക്കെ കിട്ടും. പല പച്ചക്കറികളിലൊക്കെ മഗ്നീഷ്യം ഉണ്ട്. നോൺ വെജിറ്റേറിയൻ ഡയറ്റിലും മഗ്നീഷ്യം ഉണ്ട്. പക്ഷെ മഗ്നീഷ്യത്തിന്റെ അബ്സോർപ്ഷനും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൈറ്റാമിൻ ഡിയും കാൽഷ്യം ഒക്കെയും കൂടെ ആവശ്യമാണ്. ഇപ്പൊ നമ്മളൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലിനകത്ത് വെയിലൊക്കെ കൊള്ളാത്തത് കൊണ്ട് ഇത്തരത്തിലുള്ള ന്യൂട്രീഷൻ ഒക്കെ ഡെഫിഷ്യന്റ് ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നെർവിന്റെ ഇറിറ്റേഷൻ കുറക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യാനുള്ളത്. ഇപ്പൊ നെർവിന്റെ ഇറിറ്റേഷൻ കുറക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒന്ന്, ശരിയായ റെസ്റ്റ് എടുക്കുക. കൃത്യമായിട്ടുള്ള ഉറക്കം ഉണ്ടാവണം. ഉറക്കമൊക്കെ ഇതിനെ ബാധിക്കുന്നതാണ്. മറ്റൊന്ന്, ശരീരത്തിന്റെ സർക്കുലേഷൻ കൂട്ടുന്ന രീതിയിലുള്ള, നെർവിന്റെ ഇറിറ്റേഷൻ കുറക്കുന്ന രീതിയിലുള്ള വ്യായാമങ്ങളിലേക്ക് പോവുക. റെഗുലർ ആയിട്ടുള്ള എക്സസൈസുകൾ നമ്മൾ ഒത്തിരി ഈ നെർവസ് ഇറിറ്റേഷൻ കുറക്കാൻ വേണ്ടി സഹായിക്കും. അതൊരു നടത്തമാകാം, അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് തൊട്ട് അരമണിക്കൂർ വരെയുള്ള കാർഡിയാക് എക്സസൈസുകളാവാം, യോഗയാവാം. ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് ഒത്തിരി സഹായിക്കും. മറ്റൊന്ന് ചെറിയ രീതിയിലുള്ള മസാജുകളാണ്. നിങ്ങൾ തന്നെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നന്നായിട്ട് വോമിറ്റ് ചെയ്യുന്ന ഒരാളെ നമ്മൾ പോയി മുതുകത്ത് തടവി കഴിഞ്ഞാൽ ആ വോമിറ്റിങ് നിൽക്കും, ആ റിഫ്ലക്സ് കുറയും. എന്താണ് കാര്യം? അവിടെയും ഈ വേഗൽ ഇറിറ്റേഷൻ ആണ് നമ്മൾ കുറക്കുന്നത്. ഏത് നെർവിനെ നമ്മളൊന്ന് തടവി കഴിഞ്ഞാൽ അതൊന്ന് ശാന്തമാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇടയ്ക്ക് ഒന്ന് ശരീരം മുഴുവൻ ഒന്ന് തിരുമുന്നതൊക്കെ ഈ ഇറിറ്റേഷൻസ് കുറക്കാൻ വേണ്ടി ഒത്തിരി സഹായിക്കുന്ന ഘടകം തന്നെയാണ്. നന്നായിട്ട് നടത്തുന്ന ഡീപ് ബ്രീത്തിങ്, ദീർഘമായ ശ്വസനവും നമ്മുടെ ഈ പറയുന്ന നെർവസ് ഇറിറ്റേഷൻ കുറയ്ക്കുന്നതാണ്. അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ നന്നായിട്ട് ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യുക, അല്ലെങ്കിൽ പ്രാണായാമം പോലെയുള്ള, ഇപ്പൊ യോഗയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പ്രാണായാമത്തിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതൊക്കെ പ്രത്യേകിച്ച് ലെഫ്റ്റ് നോസ്ട്രൽ ബ്രീത്തിങ്, അതാണ് പാരാസിമ്പത്തറ്റിക്കിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അപ്പം വലത് നാസാദ്വാരം അടച്ചു പിടിച്ച് ഇടതിൽ കൂടി ശ്വാസം ദീർഘമായി എടുത്ത് പുറത്തേക്ക് വിടുന്നത് നിങ്ങൾക്ക് റിലാക്സേഷന് ഉത്തമമാണ്.
ഇനി വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന വേറെ ചെറിയ കാര്യങ്ങളാണ് ചില ജലചികിത്സകൾ, ഹൈഡ്രോതെറാപ്പി എന്നൊക്കെ പറയുന്നത്. അത് നിങ്ങൾക്ക് ഈ സ്പൈനൽ നെർവുമായിട്ട് ക്രേനിയൽ നെർവുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ, നിങ്ങളുടെ നെർവസ് ഇറിറ്റേഷൻ അല്ലെങ്കിൽ സ്ട്രെസ് റിലേറ്റഡ് ആണെങ്കിൽ അതിനെ കുറക്കാൻ വേണ്ടി ഏറ്റവും ഗുണപ്രദമായ ഒരു കാര്യമാണ് സ്പൈനൽ ബാത്ത് എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് യൂറോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് സ്പൈനൽ ബാത്ത്. ഇതിന് സ്പെസിഫിക്കലി മോഡിഫൈ ചെയ്ത ഒരു ബാത്ത് ടബ് ഉണ്ട്. ഇതിൽ കിടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ നട്ടല് മാത്രമേ വെള്ളത്തിനകത്ത് ഉണ്ടാവൂ. ഇനി അങ്ങനെ ഒരു നട്ടലിന്റെ സ്നാനം എന്നൊക്കെ നമ്മൾ പറയുന്ന നട്ടലിനെ തണുപ്പിക്കാനുള്ള പരിപാടികൾ. ഇങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡിവൈസ്, അങ്ങനെ ഒരു ടബ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം, തോർത്ത്, നമ്മുടെ സാധാരണ നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ബാത്ത് ടവൽ എടുക്കുക. അത് നീളത്തിൽ എടുത്ത് അത് വെള്ളത്തിൽ മുക്കി പകുതി പിഴിഞ്ഞിട്ട് അത് നട്ടലിന്റെ മുകളിൽ, താഴെ തൊട്ട് മുകളിൽ വരെ ശരീരത്തിലേക്ക് ചേർത്ത് വെക്കുക. ഒരു 20 മിനിറ്റ് അങ്ങനെ വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഒരു പക്ഷെ നന്നായിട്ട് നിങ്ങളുടെ നെർവസ് ഇറിറ്റേഷൻ കുറക്കാൻ വേണ്ടി, സ്ട്രെസ് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതായിട്ട് പഠനങ്ങൾ പറയുന്നുണ്ട്. ഇനി നിങ്ങളുടെ അസിഡിറ്റി മാത്രമാണ്, ഇങ്ങനെയുള്ള നെർവസിന്റെ ഇറിറ്റേഷൻ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് കോൾഡ് അബ്ഡോമിനൽ പാക്ക്. ഇതൊക്കെ ഹൈഡ്രോതെറാപ്പിയിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. ഈ കോൾഡ് അബ്ഡോമിനൽ പാക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ നനഞ്ഞ ഒരു തുണി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അത് അതിന്റെ മധ്യഭാഗം നാഭിയിൽ വരുന്ന വിധത്തിൽ, നിങ്ങളുടെ അമ്പലിക്കസിൽ വരുന്ന വിധത്തിൽ വയറിനോട് ചേർത്ത് വെക്കുക. എന്നിട്ട് അത് ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി അതിന് ചുറ്റും ഒരു മഫ്ലർ അല്ലെങ്കിൽ കമ്പിളി കൊണ്ടുള്ള ഒരു ക്ലോത്ത് കൊണ്ടൊന്ന് റാപ്പ് ചെയ്യുക. ഇതൊരു 20 മിനിറ്റ് അങ്ങനെ വെക്കുക. അപ്പോൾ ആ ഭാഗം തണുപ്പിക്കുന്നതും വളരെ നന്നായിട്ട് ഈ പറയുന്ന ആസിഡിന്റെ സെക്രീഷൻസിനെ അല്ലെങ്കിൽ അതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ആത്യന്തികമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ലക്ഷണം വന്നത് എന്നുള്ള റൂട്ട് കോസ്, മൂലകാരണം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ഹൈപ്പർ ആണോ, ഹൈപ്പോ ആണോ, നെർവിന്റെ, നാഡികളുടെ ഇൻവോൾവ്മെന്റ് അതിനകത്ത് വന്നിട്ടുണ്ടോ, ഇതൊക്കെ നിങ്ങൾ ഒന്ന് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അഥവാ നിങ്ങൾക്ക് അതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായി ഇതിനെ മനസ്സിലാക്കുന്ന ഒരു ഡോക്ടറെ കണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം കൃത്യമായ രീതിയിലുള്ള ഡയറ്ററി മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഭക്ഷണ രീതിയിലുള്ള ക്രമീകരണങ്ങൾ നടത്തുക. നിങ്ങൾക്ക് പ്രോബയോട്ടിക് ആണ് വേണ്ടതെങ്കിൽ ഏത് പ്രോബയോട്ടിക് ആണ് വേണ്ടതെന്ന് അദ്ദേഹത്തിന് അത് തിരിച്ചറിഞ്ഞ് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി കഴിയും. അതേപോലെ തന്നെ ഹൈഡ്രോതെറാപ്പി, ഈ ജലചികിത്സേന്റെ ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ വേണ്ടി കഴിയും. വൈറ്റാമിൻ സി പോലെയുള്ള, മഗ്നീഷ്യം പോലെയുള്ള, വൈറ്റാമിൻ B12 പോലെയുള്ള കൃത്യമായ ന്യൂട്രീഷൻ ശരീരത്തിലേക്ക് കൊടുക്കുക. കൃത്യമായ വ്യായാമങ്ങളും വിശ്രമങ്ങളും ഒക്കെ കൂടി ശരിയായ രീതിയിൽ അനുവർത്തിക്കുകയാണെങ്കിൽ വളരെ കൃത്യമായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറയുന്ന ആസിഡിക് ആയിട്ട് ബന്ധമുള്ള ഏത് പ്രശ്നത്തിനെയും ടാക്കിൾ ചെയ്യാൻ കഴിയും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ മാറ്റാൻ വേണ്ടി കഴിയും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.